നമസ്കാരം. ഇസ്രായേലിനെ ഭീതിയിൽ ആഴ്ത്തി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇതിന്റെ അടിയിൽ പെടുകയാണ് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അതായത് ഈ ആക്രമണത്തിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില ഉയർന്നു എന്നതാണ് വാർത്ത. ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുമെന്ന സൂചന ശക്തമായതിനു പിന്നാലെയാണ് ഈ വില വർധനവ് ഉയർന്നത്. ഇതോടെ തന്നെ ഇന്ത്യയിലുള്ളവർ പോലും ഇതിൽ ബാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്രതീക്ഷിത ആക്രമണം അന്താരാഷ്ട്ര വിപണിയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ലബനോണിലെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിക്കുകയാണ് എന്ന് പറയാം. ക്രൂഡ് വില 5% ഇന്നലെ മാത്രം കൂടിയത്. ഈ പ്രതിഭാസം തന്നെ തുടരുകയാണെങ്കിൽ അത് ഇന്ത്യയിലടക്കം പ്രതിഫലനം ഉണ്ടാകും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ വലിയ മാറ്റമുണ്ടായതും ഇതുകൊണ്ട് തന്നെയാണ്. യമനിലെ ഹൂതി വിമതർക്കെതിരെ തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ തമ്മിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകുമെന്നും ഈ ഭയത്തിനുടനീളമാണ് എണ്ണവില ഉയർന്നതും. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളുടെ പ്രധാന അംഗമാണ് ഇറാൻ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ക്രൂഡ് ഓയിലിന്റെ വില വർധനവിനെ ആശ്രയിച്ചാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. എണ്ണ ആവശ്യത്തിന്റെ 85%-ലധികവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എണ്ണവില ഉയർന്നതിനാൽ തന്നെ വലിയ ആഘാതം ഇന്ത്യയിലും കാണാൻ കഴിയും. ഓഹരി വിപണിയിൽ കഴിഞ്ഞ ദിവസം വൻ തകർച്ചയാണ് നേരിട്ടത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക 1.2%-ലധികം ഇടിവ് നേരിട്ടു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC, GSPL എന്നിവയാണ് കൂടുതൽ നഷ്ടം നേടിക്കൊണ്ടിരിക്കുന്നത്. സെൻസെക്സ് 1750-ലേറെ തന്നെ പോയിന്റ് തകർന്നു. നിഫ്റ്റിലാകട്ടെ 25,250 നിലവാരത്തിലും എത്തി. മിഡിൽ ഈസ്റ്റ് സംഘർഷം രൂക്ഷമായതോടെ ഏഷ്യൻ സൂചികളോടൊപ്പം തന്നെ ഇന്ത്യൻ വിപണിയിൽ വലിയ തകർച്ചയും നേരിട്ടു. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന പക്ഷം അതിനെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യം കൂടി ചർച്ച ചെയ്യുകയാണ് US പ്രസിഡന്റായ ജോ ബൈഡൻ. ചൊവ്വാഴ്ച ഇറാൻ നടത്തിയ ഏറ്റവും വലിയ ആക്രമണത്തിന് പ്രതികാരമായി ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞങ്ങൾ അക്കാര്യം ചർച്ച ചെയ്യുകയാണ് എന്നതായിരുന്നു ബൈഡന്റെ മറുപടി. ഇങ്ങനെ മറുപടി പറഞ്ഞു പോയപ്പോൾ തന്നെ ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു ആക്രമണത്തെയും പിന്തുണയ്ക്കില്ലെന്നും പറയുന്നു. US പ്രസിഡന്റ് പറഞ്ഞ വാക്കുകളാണിവ. ബൈഡന്റെ അഭിപ്രായം ആഗോള എണ്ണ വിലയിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായി മാറി. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം എണ്ണ വിതരണ ശൃംഖലയിൽ തന്നെ ഉണ്ടാക്കാവുന്ന തടസ്സങ്ങളെക്കുറിച്ച് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തി. തിരിച്ചടിക്കാൻ തന്റെ രാജ്യത്തിന് ധാരാളം ഓപ്ഷനുകൾ ഉണ്ടെന്നും തങ്ങളുടെ തന്നെ ശക്തി ഇറാനെ ഉടൻ കാണിക്കുകയും ഇസ്രായേലിന്റെ UN അംബാസിഡർ ഡാനി ഡാനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാനോട് തന്നെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഇസ്രായേൽ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് കരുതുന്നതായി തന്നെ ഒരു US ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ വീണ്ടും ഇസ്രായേൽ ആക്രമണത്തിന് വിധേയമാക്കി. ഈ ഭാഗങ്ങളിലെ ആളുകളോട് വീട് വിട്ടിറങ്ങാൻ ഇസ്രായേൽ ഉത്തരവിട്ടതായി തന്നെ താമസക്കാരും സുരക്ഷാ വൃത്തങ്ങളും അറിയിച്ചു. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ പിൻഗാമിയായ ഹാഷിം സൈഫീദിനെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.